voice of marketing, in touch with positive people. എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജയകൃഷ്ണൻ. ഒരു റീറ്റെയിൽ ഷോപ്പിൽ ഒരു കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് എന്തൊക്കെ ഡ്യൂട്ടീസ് ചെയ്യണം, അവരുടെ റെസ്പോൺസ് എന്താണ്, അതിനെക്കുറിച്ച് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാം. ഒരു റീറ്റെയിൽ ഷോപ്പിനെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവായിട്ട് വരുന്നവർ ഏറെ ലേഡീസ് തന്നെയാണ്, അല്ലേ? ശരിയല്ലേ? അല്ലെങ്കിൽ തന്നെ ലേഡീസൊക്കെ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസിലേക്കും റീറ്റെയിൽ മാർക്കറ്റിങ്ങിലും എല്ലാം ലേഡീസിൻ്റെ ഒരു സ്വാധീനം, അവരുടെ ഒരു പ്രാതിനിധ്യം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കസ്റ്റമർക്ക് അവരുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി, അവരുടെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കി അതിന് സൊല്യൂഷൻ കണ്ടെത്തുന്ന ആരാണോ അത് നല്ലൊരു കസ്റ്റമർ കെയർ ഓഫീസർ തന്നെയാണ്. ആദ്യം ഒരു കസ്റ്റമറുടെ കോള് ആ റീറ്റെയിൽ ഷോപ്പിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ചോദിക്കും എന്താണ് ആവശ്യമെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് ആവശ്യം പറയുന്നു. പക്ഷേ അത് വളരെ ഹമ്പിളായിട്ട് വളരെ സ്നേഹത്തോടെ നമുക്ക് മുല്ലപ്പൂ നമ്മുടെ വെള്ളയിലെടുത്തിട്ട് ആ സുഗന്ധം ആസ്വദിക്കുന്നത്, അതുപോലുള്ള മനോഹരമായ വോയിസ് മനോഹരമായിട്ട് നമുക്ക് അവരോട് സംസാരിക്കാൻ ഒരു കസ്റ്റമർ കെയർ ഓഫീസർക്ക് സാധിച്ചിരിക്കണം. ലേഡീസ് ആണെങ്കിൽ ആ ഡ്യൂട്ടി വളരെയധികം ഉത്തരവാദിത്തത്തോടു കൂടി നിർവഹിക്കേണ്ട ഒരു ജോബാണ്. ഒരിക്കലും അഹങ്കാരത്തിൻ്റെ ഒരു ടേസ്റ്റ് ആ സംസാരത്തിൽ ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ അവിടെ ജോലി ചെയ്യുന്നത് ആ കസ്റ്റമർ കാരണമാണ്, നിങ്ങൾ അവിടെ ജീവിക്കുന്നത് ആ കസ്റ്റമർ കാരണമാണ്, അവരാണ് നമുക്ക് ശമ്പളം തരുന്ന, സാലറി തരുന്നത് എന്ന റെസ്പോൺസ് നമുക്കുണ്ടായിരിക്കണം. അവരുടെ പ്രശ്നങ്ങൾ എന്തായാലും വളരെ ശ്രദ്ധാപൂർവം അത് കേട്ട് അതിന് റിപ്ലൈ കൊടുക്കാൻ കഴിഞ്ഞിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നല്ല പെരുമാറ്റം ഉണ്ടായിരിക്കണം ഒരു കസ്റ്റമർ കെയർ ഓഫീസർക്ക്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് റിഫ്ലക്റ്റ് ചെയ്യാൻ നമ്മുടെ കോളിന് സാധിച്ചിരിക്കണം. അങ്ങനെ കോളിന് സാധിക്കണമെങ്കിൽ വളരെ സ്നേഹത്തോടെ നല്ല പെരുമാറ്റം, ആക്റ്റീവായിട്ട് നല്ല പെരുമാറ്റം കാഴ്ചവെക്കാൻ ഒരു കസ്റ്റമർ കെയർ ഓഫീസർക്ക് കഴിഞ്ഞിരിക്കണം. അല്ലാത്ത ആളുകൾ ആ ജോലിയിൽ നിന്നും പിരിഞ്ഞു പോവുകയാണ് നല്ലത്. കസ്റ്റമർ കെയർ ഓഫീസർ ആദ്യം ശ്രദ്ധിക്കേണ്ടത് കസ്റ്റമറെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ടെലഫോണിലൂടെ ഒരാളോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും നമ്മളുടെ പരിസരത്തുള്ള പല ആളുകളും പല രീതിയിൽ നടക്കുന്നുണ്ടാകാം, പല രീതിയിൽ ഇരിക്കുന്നുണ്ടാകാം, പലതും ശ്രദ്ധിക്കുന്നുണ്ടാവാം. ഞാൻ ടെലഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ എന്താണ്, ആ കസ്റ്റമർ, ആ വ്യക്തി എന്താണ് എന്നോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഫോക്കസ് ചെയ്യേണ്ടത് ചെവിയിലൂടെ വരുന്ന വോയിസ് അത്രമാത്രം ശ്രദ്ധിക്കുകയും എന്താണ് ആ കസ്റ്റമറുടെ ആവശ്യം അത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ഉള്ള കേപ്പബിലിറ്റി നമുക്കുണ്ടായിരിക്കണം. അങ്ങനെ ശ്രദ്ധിച്ച് അയാളുടെ പ്രശ്നങ്ങൾക്ക് കൃത്യമായിട്ട് സൊല്യൂഷൻ കണ്ടെത്തണം. പ്രോഡക്റ്റിനെ കുറിച്ചുള്ള നോളജ് കൃത്യമായിട്ട് അയാൾക്ക് കൊടുത്തിരിക്കണം. കൃത്യമായിട്ട് അതിനെക്കുറിച്ചുള്ള നോളജ് നിങ്ങൾ അറിഞ്ഞിരിക്കണം, കൃത്യമായത് പഠിച്ചിരിക്കണം. ആ കസ്റ്റമറോട് നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ നോളജ് കൊടുക്കാൻ. നല്ലൊരു കസ്റ്റമർ ആണെങ്കിൽ ചിലപ്പോൾ ആദ്യത്തെ 4-5 ക്വസ്റ്റ്യൻസ് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും അദ്ദേഹം ചോദിക്കാൻ പോകുന്നത്. ഒരു കസ്റ്റമറെ മീറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ 1 മിനിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട നോളജ് ആയിരിക്കണം ആദ്യത്തെ 1 മിനിറ്റ് നമ്മൾ ഷെയർ ചെയ്യേണ്ടത്. പ്രോഡക്റ്റിനെ കുറിച്ചുള്ള നോളജ്, സർവീസിനെ കുറിച്ചുള്ള നോളജ് കൃത്യമായിട്ട് പറയണം. പ്രൈസിങ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. ഇതെല്ലാം ഇങ്ങനെയുള്ള പ്രോഡക്റ്റ് നോളജ് കൊടുത്ത ശേഷം നമ്മൾ മറ്റൊരു ഏരിയയിലേക്ക് പോകേണ്ടതുണ്ട്. ആ കസ്റ്റമറെ എങ്ങനെ നമുക്ക് നമ്മുടെ റീറ്റെയിൽ ഷോപ്പിലേക്ക് വാക്കിൻ ചെയ്യിപ്പിക്കാൻ പറ്റും, അതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മളുടെ ക്വാളിറ്റി ആ കസ്റ്റമറായിട്ടൊരു പേഴ്സണൽ റിലേഷൻ കീപ്പ് ചെയ്ത ശേഷം, പേഴ്സണൽ റിലേഷൻ നമുക്ക് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ അയാൾ നമ്മുടെ ഫോൺ നമ്പർ അയാളുടെ കസ്റ്റമറുടെ ഫോൺ നമ്പർ നമുക്ക് തരാൻ തയ്യാറാവും. കസ്റ്റമറുടെ നെയിം, കസ്റ്റമറുടെ ലൊക്കേഷൻ, എന്ത് പ്രോഡക്റ്റിനാണ് അദ്ദേഹം ഇൻട്രസ്റ്റ് ഉള്ളത്, അദ്ദേഹം പർച്ചേസ് ചെയ്യാൻ നമ്മുടെ അടുത്ത് നിന്ന് ഒരു സ്പെസിഫിക് ആയ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ, 1 മാസത്തിനകം ആ കസ്റ്റമർ നമ്മുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണോ, അല്ലെങ്കിൽ 1 മാസത്തിന് മുമ്പായിട്ട് ഒരു ഫസ്റ്റ് വാക്കിങ്ങിൽ തന്നെ ആ കസ്റ്റമർ നമ്മുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ തയ്യാറാണോ, അതിനെ ഹോട്ട് കസ്റ്റമറായിട്ട് നമുക്ക് തിരിക്കാം. പിന്നെ ഓം കസ്റ്റമർ, അയാൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, നമ്മൾ ഇതിനെക്കുറിച്ചുള്ള സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസും കൊടുത്താൽ
അയാൾ വാക്കിൻ ചെയ്ത് ഇതിൻ്റെ അയാളുടെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലായാൽ, അയാൾക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലം ആണോ, വേറെ ടെക്നിക്കലായിട്ട് ഇതിനെക്കുറിച്ച് ഉള്ള നോളജിൻ്റെ അറിവില്ലായ്മ കൊണ്ട് എന്തൊക്കെ ഇതിനെക്കുറിച്ച് പ്രോഡക്റ്റിനെ കുറിച്ച് കുറച്ചുകൂടെ നോളജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾ പർച്ചേസ് ചെയ്യാൻ തയ്യാറാണ്. പ്രോഡക്റ്റ് നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ, കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ തയ്യാറാണ്. അതാണോ ആ കസ്റ്റമറുടെ പ്രശ്നം? അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെ വോം കസ്റ്റമർ എന്ന് നമുക്ക് തിരിക്കാം. അയാൾ ചിലപ്പോൾ ഒരു മാസത്തിന് ശേഷവും പർച്ചേസ് ചെയ്യാനുള്ള പോസിബിലിറ്റിയിലേക്ക് വരാം. അല്ലെങ്കിൽ ഈ വോം കസ്റ്റമറെ നമുക്ക് ഹോട്ട് കസ്റ്റമറായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ കോൾഡ് കസ്റ്റമർ, അവർക്ക് ഒരു മാസം കഴിഞ്ഞാലും കസ്റ്റമർ പർച്ചേസ് ചെയ്യാനുള്ള പോസിബിലിറ്റി കുറവായിരിക്കും. അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യണം? അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെ നമ്മൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. നിരന്തരമായിട്ട് അവരുടെ സമയം നോക്കി അവരെ വിളിച്ച് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. നല്ല കസ്റ്റമർ ആണെങ്കിൽ, അവർക്ക് റിയലായിട്ട് ഒരു പൊട്ടൻഷ്യൽ കസ്റ്റമർ ആണെങ്കിൽ, ആ ബ്രാൻഡ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബ്രാൻഡിൽ നിന്നും വേറൊരു ബ്രാൻഡിലേക്കാണ് അയാൾക്ക് പോകാൻ താല്പര്യമെങ്കിൽ, അയാൾ പർച്ചേസിങ് പവർ ഉള്ളൊരു കസ്റ്റമർ ആണെങ്കിൽ എങ്ങനെ നമ്മുടെ ബ്രാൻഡിലേക്ക് ആ കസ്റ്റമറെ കൊണ്ടുവരാൻ സാധിക്കും? അതിന് കൃത്യമായ ഒരു കസ്റ്റമർ റാപ്പോ ബിൽഡപ്പ് ചെയ്യണം. ആ കസ്റ്റമറായിട്ട് നല്ലൊരു റിലേഷൻ ബിൽഡപ്പ് ചെയ്താൽ നമുക്കത് വളരെ സിമ്പിളായിട്ട് സാധിക്കും. നല്ല ഒരു കസ്റ്റമർ റാപ്പോ നമ്മൾ ബിൽഡപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ സാർ ഫ്രീ ആണോ, സംസാരിക്കാൻ സാധിക്കുന്ന സമയമാണോ ഇപ്പോൾ വിളിക്കുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇൻട്രോയിൽ തന്നെ സംസാരിച്ചിട്ട്, അല്ലെങ്കിൽ ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാം, അരമണിക്കൂർ കഴിഞ്ഞ് വിളിക്കാം, അങ്ങനെ ആ കസ്റ്റമർ ഈസ് ദ കിങ് എന്ന് പറഞ്ഞ പോലെ ആ കസ്റ്റമറുടെ ഫീസിബിൾ സൗകര്യം അനുസരിച്ച് ആ കസ്റ്റമറുടെ സൗകര്യപ്രദമായ സമയങ്ങളിൽ മാത്രമാണ് നമ്മൾ കോളുകൾ ചെയ്യാവുള്ളൂ. എപ്പോഴാണ് ഫ്രീ ആകുന്നത് ആ സമയത്ത് നമ്മൾ അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റ് മേടിക്കുകയും നേരിട്ട് കോൾ ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ആ രീതിയിൽ കസ്റ്റമറെ റീറ്റെയിലർക്ക് എങ്ങനെ നല്ലൊരു കസ്റ്റമറാണെങ്കിൽ എങ്ങനെ ഷോപ്പിലേക്ക് വാക്കിൻ ചെയ്യിപ്പിക്കാൻ പറ്റും, അതിനെക്കുറിച്ച് ആലോചിക്കുകയും ആ കസ്റ്റമറെ നമ്മുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതായിട്ടുള്ള ഒരു ഡ്രീം ചെയ്യാനും കൂടി നമുക്ക് കഴിഞ്ഞിരിക്കണം. പ്രോഡക്റ്റിൻ്റെ സ്പെസിഫിക്കേഷൻ, അതിൻ്റെ കൂടുതൽ നോളജ് അറിയില്ല, ടെക്നിക്കലായിട്ട് നോളജുള്ള ഒരു അതർ പേഴ്സൺ ആണെങ്കിൽ ആ മൊബൈൽ പെട്ടെന്ന് തന്നെ അയാളുടെ അടുത്തേക്ക് കൊണ്ടുപോയി കൊടുക്കുകയോ അല്ലെങ്കിൽ ആ ഫോൺ ട്രാൻസ്ഫർ ചെയ്യുകയോ ചെയ്ത് കൃത്യമായ ഇൻഫർമേഷൻ കൊടുക്കുക, ആ ഫോണിന് കൃത്യമായി റെസ്പോണ്ട് ചെയ്യുക, ഇതൊക്കെ ഒരു കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിൻ്റെ ഡ്യൂട്ടീസാണ്. ഡെഡിക്കേറ്റഡ് ആയിട്ട് ജോലി ചെയ്യാൻ തയ്യാറായാൽ എന്താണ് സാധിക്കാത്തത്? വർക്ക് ഈസ് വർഷിപ്പ് എന്ന് പറയുന്ന പോലെ ആ ഒരു പ്രാർത്ഥന പോലെ ഒരു ജോലിയെ കണ്ട് അത്രമാത്രം ജോയ്ഫുള്ളായിട്ട് ഒരു ജോലിയെ കാണുമ്പോൾ അതിനെ എനിക്ക് കൺവേർട്ട് ചെയ്യണം, അത് ബിസിനസ്സാക്കി മാറ്റണം എന്നുള്ള ചിന്തയോടെ, ആ ഒരു ആത്മധൈര്യത്തോടെ ഒരു കസ്റ്റമറെ നിങ്ങൾ മീറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു കസ്റ്റമറെ നിങ്ങൾ വാക്കിൻ ചെയ്യിപ്പിച്ച് ഉറപ്പായിട്ടും സെയിൽസ് ടീം നിങ്ങളെല്ലാവരും കൂടി അതിനെ കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യിപ്പിക്കാൻ ഉറപ്പായിട്ടും സാധിക്കും. കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിൻ്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് വളരെ വൈഡായ ഒരു ഏരിയയാണ്. ആ ബിസിനസ് സംരംഭത്തെ പിടിച്ചു നിർത്തുന്നത് തന്നെ ഒരു കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിൻ്റെ കലിബറാണ്, അയാളുടെ ക്വാളിറ്റിയാണ്. അതുപോലെ തന്നെ ഒരു കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിന് ഉണ്ടാകേണ്ട വലിയൊരു റെസ്പോൺസാണ് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. വളരെയധികം ഫ്ലുവൻ്റായിട്ട് ഭാഷ കൈകാര്യം ചെയ്യാൻ സാധിക്കും. നല്ലപോലെ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാനുള്ളൊരു കേപ്പബിലിറ്റിയിലേക്ക് വളരണം എന്നാണ്. പ്രത്യേകിച്ച് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് ഒക്കെ നന്നായിട്ട് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞിരിക്കണം. അത് കഴിയില്ലെങ്കിൽ അതിനെക്കുറിച്ച് പ്രാക്ടീസ് ചെയ്യണം. നിരന്തരം പ്രാക്ടീസിലൂടെ പരിശ്രമിച്ചാൽ എന്താണ് നമുക്ക് സാധിക്കാത്തത്? കേരളത്തെ സംബന്ധിച്ചിടത്തോളം മലയാളം വളരെ അനായാസം സംസാരിക്കാൻ കഴിയണം കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് ആണെങ്കിൽ. അതുപോലെ ഇംഗ്ലീഷ് അനായാസം സംസാരിക്കാൻ കഴിഞ്ഞിരിക്കണം. ഈ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിന് വളരെയധികം ഓപ്പണായിട്ട് പറയട്ടെ, അവിടെ ഒരു ബോഡി ലാംഗ്വേജിന് കൂടുതലായിട്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഒരു ചെറിയ പെർസെൻറ്റേജ് മാത്രമാണ് ബോഡി ലാംഗ്വേജിന് അവിടെ നിർവഹിക്കാൻ സാധിക്കുള്ളൂ. ബാക്കിയുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഭാഷ ഉണ്ടായിരിക്കണം, ഭാഷ കൈകാര്യം ചെയ്യാനുള്ള സ്കില്ലുണ്ടായിരിക്കണം, ഭാഷ എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇന്നത്തെ തലമുറയും ചിന്തിക്കേണ്ട കാര്യം, കസ്റ്റമർ കെയർ ജോബിലേക്ക് പ്രവേശിക്കുന്നവർ ഈ പറഞ്ഞ ഭാഷകളൊക്കെ വളരെ കൃത്യമായിട്ട് സംസാരിക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാകണം. കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, മാർക്കറ്റിങ്ങിലും സെയിൽസിലായാലും കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഷോർട്ടസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, വിളിക്കുന്ന കസ്റ്റമർ ആരായാലും വളരെയധികം സ്മൈലോട് കൂടി
വളരെയധികം ഹമ്പിളായിട്ട് വോയിസിലെ ഹമ്പിളോടെ അവരെ ആകർഷിക്കാൻ കഴിഞ്ഞിരിക്കണം. അവരുടെ പ്രശ്നം എന്താണ് അത് പഠിക്കാൻ കഴിഞ്ഞിരിക്കണം. കൃത്യമായ നോളജ് അതിനെക്കുറിച്ച് അവർക്ക് പറഞ്ഞിരിക്കണം. അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്ത് കൊടുക്കാൻ പറ്റണം. അനായാസമായി ഭാഷ കൈകാര്യം ചെയ്ത് ഒരു ഫ്രണ്ട്സ് റിലേഷൻ കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കസ്റ്റമർ ഒരിക്കലും നിങ്ങളിൽ നിന്നും വിട്ടുപോകില്ല. ചില കസ്റ്റമർ കെയർ ഓഫീസറെ കണ്ടിട്ടുണ്ട്, എങ്ങനെയും കസ്റ്റമറെ ഇങ്ങോട്ട് വാക്യൂം ചെയ്യിപ്പിച്ച് കഴിഞ്ഞ് ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കില്ല. ഈ ഒരു സമീപനം മാറ്റിയെടുക്കേണ്ടതാണ്. നിങ്ങളുടെ ഒരു കസ്റ്റമർ ആയിക്കഴിഞ്ഞാൽ അദ്ദേഹം പർച്ചേസ് ചെയ്യേണ്ട പല ആവശ്യങ്ങളൊക്കെ ഉണ്ടാവും. വീണ്ടും പർച്ചേസ് ചെയ്യേണ്ട പല കാര്യങ്ങളും പല ആവശ്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ വളരെയധികം സപ്പോർട്ടായിട്ട് നിന്ന് അതിനുശേഷം നിങ്ങളൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി അതിലേക്ക് ആഡ് ചെയ്ത് ആ കസ്റ്റമറെ നിങ്ങളുടെ റീറ്റെയിൽ ഷോപ്പിലേക്ക് തന്നെ വീണ്ടും കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ആ റെസ്പോൺസ് കൂടി ഒരു കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് ഏറ്റെടുക്കണം. കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് വളരെയധികം വൈവിധ്യമായ കസ്റ്റമേഴ്സിനെ വൈവിധ്യം നിറഞ്ഞ സ്വഭാവ സവിശേഷതകളുള്ള പല നിറത്തിലും ഭാവത്തിലുമുള്ള കസ്റ്റമേഴ്സിനെ മീറ്റ് ചെയ്യേണ്ട വളരെയധികം ഒരു ഇൻ്റർപേഴ്സണൽ സ്കില്ല് അതിന് ഉടമകളായിരിക്കണം ഓരോ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവും. കാരണം അവർ ഡീൽ ചെയ്യുന്ന ആളുകളുടെ സ്വഭാവങ്ങൾ വളരെ വൈവിധ്യമാണ്. അവരൊക്കെ ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വളരെയധികം സ്നേഹത്തോടെ ഇടപെട്ട് നമ്മുടെ എയിമിലേക്ക്, നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. ഓൾ ദ ബെസ്റ്റ്.